ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 ശമൂവേൽ 14-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 13-ാം അധ്യായത്തിൽ നമുക്കറിയാം, ദാവീദിൻ്റെ വിവിധ ഭാര്യമാരിലുണ്ടായ മക്കൾ, അതിൽ അബ്ശലോം എന്ന് പറയുന്ന ഒരു മകൻ തൻ്റെ മൂത്ത മകനായ അമ്നോനെ വധിക്കാൻ കാരണം അബ്ശലോമിൻ്റെ സഹോദരിയെ, താമാർ എന്ന് പറയുന്ന ഒരു സഹോദരിയെ ഈ അമ്നോൻ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം ദാവീദിനടുത്ത് വരാൻ സാധിക്കാതെ അബ്ശലോം മറ്റൊരു സ്ഥലത്ത് പോയി പാർക്കുകയാണ്. പക്ഷേ ദാവീദിൻ്റെ മനസ്സിൽ അബ്ശലോമിനോടുള്ള സ്നേഹമുണ്ട്. അത് മനസ്സിലാക്കിയ സൈന്യാധിപനായ യോവാബ് വളരെ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ഇവിടെ ചെയ്യുന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അദ്ദേഹം ഒരു വിലാപക്കാരിയായ സ്ത്രീയെ ദാവീദിൻ്റെ അടുത്ത് പറഞ്ഞു വിടുകയാണ്. കാലങ്ങളിൽ മരണ വീടുകളിലൊക്കെ വിലപിക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേക സംഘങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഭവനക്കാർ കൊടുക്കുന്ന പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് നല്ലതുപോലെ ദുഃഖം സന്തോഷമൊക്കെ അഭിനയിക്കാനറിയാം. അങ്ങനെയൊരു സ്ത്രീയെ ദാവീദിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ട്, ദാവീദിൻ്റെ മക്കളിലുണ്ടായ സംഭവം സ്വന്തം ഭവനത്തിൽ നടന്നതുപോലെ ഈ സ്ത്രീ അവിടെ അവതരിപ്പിക്കുകയാണ്. എനിക്ക് 2 മക്കളുണ്ടായിരുന്നെന്നും ഒരാൾ മറ്റൊരാളെ വധിച്ചുവെന്നും അങ്ങനെ അവനവിടുന്ന് മാറി താമസിക്കുന്നെന്നും എനിക്കവനെ കാണാൻ പറ്റുന്നില്ലെന്നും നീ അതുകൊണ്ട് എനിക്ക് നീതി നടത്തണമെന്നൊക്കെ ദാവീദ് രാജാവിനോട് പറയുകയും ദാവീദ് അതിനുള്ളതായ ഉറപ്പൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവൾ ആ സത്യം ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദാവീദിനോട് ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ മഹാരാജാവെ അവിടുന്ന് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? യാദർച്ഛ്യ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മകൻ മറ്റൊരു മകനെ കൊന്നുകളഞ്ഞു. അവൻ മാറി താമസിക്കുന്നു, അവനെ താങ്കൾക്ക് കാണാനും സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും അവനോട് ക്ഷമിച്ച് അവനെ ഇവിടെ വരുത്തിക്കൂടെ എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. ഇതാണ് ഈ നല്ല കാര്യസ്ഥന്മാരുടെ. അപ്പം ദാവീദ് രാജാവിന് ഇവിടെ എല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. അവൻ ചോദിക്കുന്നുണ്ട്, നിനക്കിത് ആരാണ് നിനക്ക് ഈ ബുദ്ധി പറഞ്ഞു എന്ന്? യോവാബാണ്. യോവാബ് നല്ല ധാർമ്മിക ചിന്തയുള്ളവനും രാജാവിന് നല്ല ഉപദേശങ്ങളെ നൽകുന്നവനും രാജാവിന് വേണ്ടി ജീവിക്കുന്നവനായ ഒരു സൈന്യാധിപനാണെന്ന് ദാവീദിന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇപ്രകാരം ചെയ്യിച്ചതെന്ന് ദാവീദിന് കാര്യം മനസ്സിലായി. എല്ലാ കാലത്തും അധികാരവർഗത്തോട് ചേർന്ന് ഒരു ലോബി ഉണ്ടാവുക സ്വാഭാവികമാണ്. അവരാണ് അധികാരസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകളെ ശരിയിലേക്കും തെറ്റിലേക്കൊക്കെ വഴി നടത്തുന്നതിന് അവർക്ക് ഒരുപാട് പങ്കുണ്ട്. പലപ്പോഴും ആ അധികാരവർഗത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അധികാര സ്ഥാനത്തിരിക്കുന്നവരെ തെറ്റിലേക്കും വീഴ്ചകളിലേക്കും വഴി നടത്തുകയാണ് ചെയ്യുക. കാരണം അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി. എന്നാൽ അവർക്ക് നല്ല ഉപദേശങ്ങളെ പറഞ്ഞു കൊടുക്കുവാനും നല്ല തീരുമാനങ്ങളെ കൈക്കൊള്ളുവാനും അവരെ ഉപദേശിക്കുന്നതാണ് ദൈവികം. യോവാബ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ദാവീദിന് രാജാവിന് എപ്പോഴും നല്ല ബുദ്ധി മാത്രമേ അവൻ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സ്ത്രീ ഇതോട് ചോദിക്കുന്നുണ്ട്, നമ്മളൊക്കെ മനുഷ്യരാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചു പോകാൻ ഉള്ളവരാണ്. അതിൻ്റെ 14-ാം വാക്യത്തിൽ, നിലത്ത് വീണ് ചിതറിത്തെറിക്കുന്ന ഒരു മഞ്ഞുതുള്ളി പോലെ മാത്രമാണ് മനുഷ്യൻ, അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ എന്തിനാണ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് അവൾ 17-ാം വാക്യത്തിൽ ദാവീദിനെക്കുറിച്ച് പറയുന്നുണ്ട്, നന്മയും തിന്മയും വിവേചിക്കുന്നതിൽ എൻ്റെ യജമാനനായ രാജാവ് ദൈവദൂതനെ പോലെയാണ്. നന്മയും തിന്മയും വിവേചിക്കാൻ ദാവീദിന് നല്ലപോലെ അറിയാം. അവന് വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്.
ദൈവദൂതനെ പോലെന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാർക്ക് തെറ്റുപറ്റുകയില്ല. കാരണം അവർ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളാണ്. ദൈവത്തിൻ്റെ ആലോചനയാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് നന്മയും തിന്മയും വിവേചിക്കുന്നതിൽ ദൈവദൂതന്മാർക്ക് തെറ്റുപറ്റാത്തത്. അവർ ദൈവത്തിൽ വസിക്കുന്നത് കൊണ്ടാണ്, അല്ല ദൈവം അവരോട് ചേർന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ദാവീദിനെക്കുറിച്ചും ഈ സ്ത്രീ പറയുന്നതാണ്, നീ ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവനും ദൈവം നിന്നോട് ചേർന്ന് നിൽക്കുന്നവനുമാണ്. അതുകൊണ്ട് മാത്രമാണ് നിനക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ മുഖം ദൈവദൂതനെ പോലെയാണ്. നന്മതിന്മകളെ നിനക്ക് വിവേചിക്കാൻ സാധിക്കും. അതുകൊണ്ട് നീ ആ നന്മയ്ക്കനുസരിച്ച് നിൻ്റെ മകനോട് നീ പ്രതികരിക്കണമെന്നാണ് ഈ സ്ത്രീ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ദാവീദിന് ആ സ്ത്രീ വന്നതിൻ്റെയോ അവനോട് സംസാരിച്ചതിൻ്റെയൊക്കെ കാര്യം അവിടെ മനസ്സിലാകുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ യോബാബാണെന്ന് ദാവീദ് ഇവിടെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ദാവീദ് അടുത്ത് യോബാബ് വീണ്ടും വന്ന് സംസാരിക്കുന്നു. അവനെ ഇപ്പം 2 വർഷമായിട്ട് അവൻ മാറി താമസിക്കുകയാണ്. അവന് പിതാവിൻ്റെ അടുത്ത് വരണമെന്ന് അബ്ശലോമിന് ആഗ്രഹമുണ്ട്. അവനെ നീ തിരിച്ചു കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. അങ്ങനെ സംസാരിച്ചിരിക്കെ ദാവീദ് പറഞ്ഞു, അവൻ വന്നോട്ടെ, പക്ഷേ എൻ്റെ വീട്ടിൽ അവൻ താമസിക്കേണ്ട. അവൻ്റെ സ്വന്തമായ ഭവനമുണ്ടല്ലോ, അവിടെ അവൻ താമസിച്ചോടെങ്കിൽ ഈ ദേശത്ത് വന്നോട്ടെ. കാരണം എൻ്റെ ഒരു മകനെ അവൻ കൊന്നവനാണ്. അവനോട് ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് അവനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അവനോട് സ്നേഹമുണ്ട്, കാണാൻ ആഗ്രഹമുണ്ട്, എങ്കിലും അവൻ മാറി താമസിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്രകാരം അവൻ മാറി താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അപ്പനെ കാണണം. അതിനുവേണ്ടി അവൻ യോബാബിനെ വീണ്ടും വിളിച്ചു. പല പ്രാവശ്യം വിളിച്ചിട്ടും യോബാബ് അവിടെ അടുത്ത് ചെന്നില്ല. ചെല്ലാൻ വന്നപ്പോൾ അബ്ശലോമിന് ദേഷ്യമുണ്ടായിട്ട് അദ്ദേഹം എന്തു ചെയ്തു? യോബാബിൻ്റെ വിളവുകളെല്ലാം യവത്തിൻ്റെ വിളവുകളെല്ലാം അഗ്നിക്കിരയാക്കി കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. അപ്പോഴാണ് യോബാബ് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കുന്നത്. യോബാബ് എന്നിട്ട് ദാവീദിനോട് പറയുന്നു, അവനെ കാണുവാനുള്ള അനുവാദം കൊടുക്കുക. അങ്ങനെ അവൻ അവരുടെ അടുത്തേക്ക് അവിടെ ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, ഈ അബ്ശലോമിനെ കുറിച്ച് ഉള്ള ഒരു വർണ്ണന 25-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവൻ വലിയ സുന്ദരനും വടിവത്ത ശരീരമുള്ളവനും, അതുപോലെ തന്നെ അവൻ്റെ മുടിയെക്കുറിച്ച് വരെ ഇവിടെ വർണ്ണനയുണ്ട്. അത്ര അതിസുന്ദരനും അതിഗായകനുമായ ഒരു മനുഷ്യനാണ് ഈ അബ്ശലോം. ഒരു വർഷം അവൻ്റെ മുടി കത്തിരിക്കുമ്പോൾ 200 ശെക്കൽ തൂക്കം എന്ന് പറഞ്ഞ് ഏകദേശം 2 കിലോ തൂക്കം. ഒരു വർഷം അത്രയും മുടി അവനുണ്ടായിരുന്നു എന്നുള്ളതാണ്. നീണ്ട മുടി ഉള്ളവനും നല്ല സുന്ദരനും ഒരു നല്ല ആരോഗ്യതയുടെ ഗാത്രനും ഒക്കെ ആയിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ അബ്ശലോം. അതുകൊണ്ട് ദാവീദ് അവനെ വളരെയേറെ സ്നേഹിച്ചിരുന്നതാണ്. പക്ഷേ തൻ്റെ മൂത്ത മകൻ അമ്നോനെ വധിച്ചതിലാണ് ദാവീദിനുള്ള പ്രയാസം. അങ്ങനെ അവനൊറ്റയ്ക്ക് വീണ്ടും ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് വരും. അവൻ സ്വയം പറയുന്നു, ഇനി എന്നെ അപ്പൻ ഉദ്ദേശപ്പെട്ട കൂടി വന്നാൽ എന്നെ കൊല്ലുമായിരിക്കും, കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകാമെന്നും പറഞ്ഞ് അവൻ വരികയാണ്. വന്നപ്പോൾ അപ്പൻ അവനെ ആശ്ലേഷിച്ച് ചുംബിച്ചവനെ സ്വീകരിക്കുകയാണ്. പുതിയ നിയമവുമായി നമ്മളിത് ബന്ധിപ്പിക്കുമ്പോൾ നമ്മളും നമ്മുടെ മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലും നമ്മുടെ മനസ്സുകൊണ്ടും വിചാരം കൊണ്ടും നമ്മൾ പലരെയും നമ്മൾ കൊന്നവരാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാനുള്ള യോഗ്യത നമുക്കില്ല. എന്നാൽ നമ്മൾ അനുദപിച്ച് തിരിച്ചു വരാൻ മനസ്സ് വെക്കുമെങ്കിൽ ആ ധൂർത്തുപുത്രൻ തൻ്റെ മകനെ ചുംബിച്ച് സ്നേഹിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ ദൈവസ്ഥാനത്തിൽ സ്വീകരിക്കുവാനും ദൈവം എപ്പോഴും സന്നദ്ധനാണെന്ന് നമ്മൾ ഓർക്കുക. ദാവീദിനെ ഇവിടെ ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും അബ്ശലോമിൻ്റെ സ്ഥാനത്തായി കൊലപാതകം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന മനസ്സുകൊണ്ടും വിചാരം കൊണ്ടും ഒക്കെ പ്രവൃത്തി കൊണ്ടും നമ്മൾ പാപം ചെയ്ത് അകന്ന് നിൽക്കുന്നവരാണെങ്കിലും ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരാൻ നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മെ ആലിംഗനം ചെയ്ത ഒരു പിതാവായി നമുക്ക് ദൈവത്തെ കാണാം. ആ സ്നേഹം മനസ്സിലാക്കി ദാവീദിൻ്റെ ജീവിതവും നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് ഒരു നല്ല ജീവിതം നയിക്കുവാൻ നമുക്കിടയാകണം. ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അതിനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. മാമോദീസ ലഭിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ പാപപ്രവൃത്തി മുഖാന്തരം ഇപ്പോൾ ഒരു നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ആത്മാവിനെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരുക്കാം. അങ്ങനെ ഇനി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നല്ല ചിന്തകളെ തന്ന് നമ്മളെ പ്രവർത്തിക്കാനിടയാകണം. യോബാവിന്
ആ ദാവീദിന് നല്ല ആലോചനകളെയും ചിന്തകളെയും ഒക്കെ കൊടുത്തതുകൊണ്ട് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ഒരു വലിയ ആലോചന ദാവീദിന് കൊടുത്തതുപോലെ നമുക്കും നമ്മുടെ മേലധികാരികൾക്ക് കൊടുത്ത് അവർ തമ്മിലൊരു യോജിപ്പിലേക്ക്, ഒരു ഐക്യത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഈ ദാവീദിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാകാൻ ഇടയാകട്ടെ. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.